ദേ വയനാട്ടിൽ നിന്ന് ഒരാൾ കാണാൻ വന്നേക്കുന്നു. വയനാട്ടിൽ നിന്നോ? ഓ, വയനാടൊക്കെ വലിയ ദൂരമല്ലോ. നീ അവിടെ പോയിട്ട് അടുത്തൊന്നും എവിടെന്നേലും വരാൻ ഓ എന്റെ അച്ചായ, അയാള് വട്ടശ്ശേരിയിൽ അച്ഛൻ പറഞ്ഞിട്ട് വന്നേക്കുന്നതാ. വട്ടശ്ശേരിൽ അച്ഛനോ? നിനക്കറിയാലോ കുര്യാച്ച, എനിക്ക് വയസ്സ് 80 കഴിഞ്ഞു. അന്നും ഇന്നും സഭയിലെ ഇത്തരം പുഴുക്കുത്തുകൾക്ക് നേരെ കണ്ണടച്ച് കടന്നു പോകാൻ എന്നെ കൊണ്ടായിട്ടില്ല. ഇതിപ്പം അരമന കോടതിയിൽ വേറൊരു വഴിയും കാണാതെ നിന്നപ്പം തമ്പുരാനായിട്ട് എൻ്റെ മുന്നിൽ തെളിയിച്ചതാ നിന്റെ മുഖം. പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനമാണ് ആത്മനിയന്ത്രണം. അതില്ലാത്തവൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ബാക്കിയെല്ലാം മത്തായിച്ചൻ നിന്നോട് പറയും. നിന്നെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് സ്നേഹപൂർവം വട്ടശ്ശേരിയിൽ അച്ഛൻ. 10-18 കൊല്ലമായി സാറേ ഞാനും എൻ്റെ കുടുംബവും ആ ഇടവയെ സേവിക്കാൻ തുടങ്ങിയിട്ട്. പള്ളിമേട വൃത്തിയാക്കാൻ ചെന്നതാ എൻ്റെ കൊച്ച്. അപ്പോഴാ അച്ഛറ്റ പോലീസ് പറഞ്ഞ അവളുടെ ജീവിതം പോകുന്നു ഓർത്ത. അതല്ലേലും ആ തൊരപ്പൻ തോമാച്ച മന്ത്രിയായിട്ടിരിക്കുമ്പോ അയാളുടെ അനിയന്റെ മോനെതിരെ ഏത് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്നതാ കാര്യം? വട്ടശ്ശേരിൽ അച്ഛൻ പറഞ്ഞു തന്നെ ശരി. ഈ വക പരനാറികളൊന്നും ഇനി കുപ്പായിട്ടുകൊണ്ട് തിരുസഭയിൽ വേണ്ട. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഏതായാലും അടുത്ത ഞായറാഴ്ച മുതൽ പൂവമ്പാറ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം.